have something planned for her. Actually, ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യാണ്. സർപ്രൈസ് കൊടുക്കുന്നു ഗായ്സ്. എനിവേ എനിക്ക് അറിഞ്ഞൂടെ ഏത് പ്ലേസിലേക്ക് പോണെന്ന് അത് കാണുന്ന വിചാരിക്കുന്നുണ്ടാവും. അഖിലിനെ പോലത്തെ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഉടനെ ഞാൻ അത് വിൽപ്പനയ്ക്ക് വെക്കാട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണ് അഖിലിന് വന്നിട്ടുള്ളത് ആസ് എ കാമുകൻ? തെറ്റുകൾ ആർക്ക് വേണമെന്നും സംഭവിക്കാം. തിരിച്ചു ജീവിക്കാൻ പഠിക്കണം. സ്നേഹമാണെങ്കിലെ താരമൊഴിയും. My privacy is being attacked here by Pooja Krishna. അയ്യോ കുട്ടിയുടെ നമ്പർ. One day I'm going to wake up and see a YouTube video in which my kidney will be operated. Pooja is like, welcome to this vlog. John kidney ആണ് എടുക്കാൻ പോകുന്നത്. John into the row. And there is another surprise. നിങ്ങൾക്കുള്ള സർപ്രൈസുകൾ എന്താവുമോ എന്നുള്ളതൊരു സംശയം. നമുക്ക് വേണ്ടിയിട്ട് എത്ര അപ്പൊ നിങ്ങളായിരിക്കും പൂജ കൃഷ്ണയുടെ എല്ലാ ഇന്റർവ്യൂ പൂജാപ്പയോട് കൊടുക്കാറ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളായി പൂജാപ്പ ആക്ച്വലി ഇന്റർവ്യൂവിന് പോയിക്കാണ്. രാത്രി ഇപ്പോൾ സമയം 7 ലേറ്റ് എത്താറ് 9 പറഞ്ഞു. ബട്ട് വി ഹാവ് സംതിങ് പ്ലാൻ ഫോർ ഹർ. ആക്ച്വലി ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യാണ്. നാളെ ആക്ച്വലി നമ്മൾ വീട്ടിലേക്ക് പോവാന്നാണ് പൂജാപ്പോട് പറഞ്ഞത്. കൊറേ കാലമായി പൂജാപ്പ വീട്ടിൽ പോയിട്ട്. അപ്പൊ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ തേക്കടി റിസോർട്ടിലേക്ക് പോകണം. ആക്ച്വലി വേറെ സർപ്രൈസ് കൂടി പ്ലാൻ ചെയ്താണ്. പോകണ വഴി ഞാൻ പറയാം. സ്ഥലമൊക്കെ നിങ്ങൾ നാളെ രാവിലെ പോകുമ്പോൾ കണ്ടാൽ മതി. ദ തിങ് ഈസ് പൂജാപ്പയ്ക്ക് മോഷൻ സിക്നസ് ഉണ്ട്. ഛർദിയുടെ ഗുളിക വെച്ചാണ് എപ്പോഴും കാറ് കയറാറും നല്ല കൂർക്കം വലി കിടന്നുറങ്ങും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമ്മൾ കുറെ വട്ടം വിളിക്കണം എന്നാലേ എനിക്കുള്ളൂ. അപ്പൊ നല്ല ഉറക്കമായിരിക്കും. തൃശ്ശൂർക്ക് 2 മണിക്കൂറുള്ളൂ. തേക്കടിക്ക് 3.5-4 മണിക്കൂറുണ്ട്. രാവിലെ ആകുമ്പോൾ തന്നെ തിരക്കുണ്ടാവില്ല. എങ്ങനെ ഇടയിൽ എണീറ്റ് ചെയ്യണം പ്ലാൻ പാളി. അത് തൃശ്ശൂർ വേറെ വഴിക്കാണ്, തേക്കടി വേറെ വഴിക്കാണ്. പാളി നമ്മളൊരു എന്തോ നോക്കാം നമുക്ക്. ബെസ്റ്റ്. അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് രാത്രി നാളെ രാവിലെ എപ്പോഴും ഇറങ്ങാൻ നമ്മളൊരു പുലർച്ചെ ഇറങ്ങാറ്. എപ്പോഴും 4-5 മണിയാകുമ്പോ ഇറങ്ങും. എന്തായാലും അധികം ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഉറക്കമില്ല. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇതെന്തെന്നെ ഉറക്കാണ്ട് രാത്രി കൂളി ഗ്ലാസ് വെച്ച് നടക്കുന്ന ജോ. എല്ലാവരും എല്ലാം എടുത്തിട്ടില്ലേന്ന്. ഓക്കേ, ലെറ്റ്സ് ഗോ. നാട്ടിക്ക് പോണ വഴി എന്താണ് സാധാരണ അതായത് നമ്മള് സാധാരണ മരുന്ന് കഴിച്ചപ്പോ മോഷൻ സിക്നസ് ഉണ്ട്. അപ്പൊ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഛർദിക്കുള്ള മരുന്ന് കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങും. അത് 4 എണ്ണം നാക്കിൽ കലക്കി കൊടുത്തു. സർപ്രൈസ് കൊടുത്തു കേസ്. പോണേന്നറിയില്ലോ. അതെ, എങ്ങോട്ടാണ് പോണേന്ന് അറിയില്ല കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ എന്ത് പൊട്ടറാന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അതല്ല, ഇത് ഹൈ റേഞ്ച് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് അങ്ങനത്തെ റോട്ടിൽ കൂടെ മനുഷ്യൻ എണീക്കാണ്ടിരിക്കുമോ? നിങ്ങൾ ആലോചിക്കൂ. സാധാരണ വീട്ടിൽ പോണ വഴി നേരെ പോണ വഴി, ഇത് വളഞ്ഞ് തിരിഞ്ഞു പോണ വഴി മനുഷ്യനെ എണീക്കും. അഖിലാണ് പറഞ്ഞത് പൂജാപ്പിക്ക് സർപ്രൈസ് കൊടുക്കണം, പൂജാപ്പിട്ട് പറയരുത് നമ്മള് ഹൈ റേഞ്ചാ പോണെന്നുള്ളത്.
അതെ ഡ്രസ് കണ്ടിട്ട് തോന്നിയില്ലേ നമ്മൾ ഹൈ റേഞ്ചാ പോണെന്ന്. ഓ ഞാൻ ഈ ചൂട്ടത്തി സാധനം വേണ്ടിട്ടത് ഞാൻ വേറെ കുട്ടി തിരുമാറൊന്നുമില്ലേ അതുകൊണ്ട് ഞാൻ ഡ്രസ്സിലാണ്. എനിവേ എനിക്ക് അറിഞ്ഞൂടെ ഏത് പ്ലേസിലേക്കാ പോണേന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ പറയും ഏത് പ്ലേസിലേക്കാ പോണേ പറ. ഇവിടെ ആക്ച്വലി ഇവിടെ മാപ്പ് ഉണ്ട്, എനിക്ക് നോക്കാവുന്നുള്ളൂ. പക്ഷെ മാപ്പ് നോക്കിയാണ് മനസ്സിലാവുന്നത്. നോട്ട് ചെയ്യാണ്ടിരിക്കും, നമുക്ക് നോക്കാം. 1 മണിക്കൂർ 41 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്തും നമുക്ക് നോക്കാം. നീ വിചാരിക്കും വെൺമണി ഇപ്പൊ ഇടുക്കിയാണ്. ഇടുക്കിയല്ലേ ബോർഡുണ്ട് ഇവിടെ, വെൺമണി ഇടുക്കി. ഓക്കെ എങ്ങനെ പോണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. വെച്ചോ. ഇടുക്കിയുടെ ഒരു തൈലത്തോട്ടുണ്ട്. തേയിലത്തോട്ടം നമ്മുടെ വീട്ടിലത്തെ ചായപ്പൊടി കഴിഞ്ഞോണ്ട് ഞാൻ നിർത്തണം പ്ലീസ്. നമ്മുടെ വീട്ടിലത്തെ ചായപ്പൊടി കഴിഞ്ഞോണ്ട് കുറച്ച് purchase ചെയ്യാൻ. പേരറിയില്ലടാ. ശരി, അത് പേരറിയില്ല. ഇതൊരു ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. എന്തായാലും പോയിട്ട് കാണാം. റിസോർട്ട് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് സ്റ്റേക്കേഷൻസ്. And there is another surprise. അത് അവിടെ ചെന്നിട്ട് കുളിക്കാം. Full of surprises. ശരി, അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ടാവും അഖിലിനെ പോലത്തെ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഉടനെ ഞാൻ അത് വിൽപ്പനയ്ക്ക് വെക്കാട്ടോ. ഛർദിക്കാൻ മുട്ടി റോട്ടിലെ കല്ല് പറക്കാണ്. പട്ടിയുടെ എന്താ പറഞ്ഞ എന്ത് ചെയ്യും ഞാൻ? എൻ്റെ ഈ ജീവിതം ഛർദിക്കാനും വരുന്നുണ്ട്. കോപ്പ് ഛർദിക്കാൻ പോണില്ല. എന്നാ മൂത്രം വയ്ക്കണം, വേണ്ട എന്നാ വെറുതെ നടക്കാം. ഓക്കെ. ഓ നല്ല വീടുകളാണല്ലോ. ഓ കഷ്ടം. ആളുകളുടെ ഗ്യാസിന്റെ പ്രശ്നം. വള്ളിയിടാം. വണ്ടി കയറി നോക്കാൻ കുറച്ചു നേരം ശരിയാവും തോന്നുന്നില്ല. എന്നാലും ആ കാറി കയറി എനിക്ക് തോന്നുന്നു വളി വിട്ട് വന്നതൊന്നാണ്. വിട്ടുടി കുറച്ചൊരു ബോട്ടിലാക്കി സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? സോ ഗൈസ്, നമ്മുടെ റിസോർട്ടിലേക്ക് ഇനി വെറും 24 മിനിറ്റ്സ്. ശരി, ഓക്കെ ഗൈസ്. സോ കാണുന്നുണ്ടോ? യെസ്, 1 മിനിറ്റ് ഉള്ളൂ. സോ അഖിൽ സക്സസ്ഫുള്ളി ഓടിച്ച് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കില് ജോന് ഗ്യാസ് കയറി ഉരുണ്ട് കളിക്കണ്ടു. അതെ, ജോന് അങ്ങനെയാണ്. നമ്മുടെ ഇടയ്ക്ക് ജോന് ഛർദിക്കാനൊക്കെ വരും. അത് ഐ തിങ്ക് പ്രോബ്ലി എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ്. ഐ ആം എക്സൈറ്റഡ് ബിക്കോസ് സോറി ജോ എന്തോ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നത്. ഓ, ഈ സ്ഥലാണോ? സീരിയസ്ലി? ഇത് മോളില് വന്ന പോയിട്ടല്ലേ നമ്മള്. Yeah, we have come for shopping. Shopping happiness. സ്കൂളിൽ ചാടുക എന്നിട്ട് പിറ്റേ ദിവസം സ്പാ ചെയ്യാം. ഒരു പ്രശ്നമില്ല. I was so excited because ഞാൻ സാധാ റിസോർട്ടിലൊക്കെ വരുമ്പം കുറച്ച് വേറൊരു സ്ഥലത്താണ് റിസോർട്ട്. പക്ഷെ ഇത് ഭയങ്കര ഒരു സിറ്റി സൈഡിൽ തന്നെയാണ്. ആൻഡ് ഇത് ശരിക്കും ഒരു മോൾ പോലെ തോന്നി എനിക്ക്. നിനക്ക് തോന്നിയാ? And അടുത്ത സർപ്രൈസ് പൊളിക്കട്ടെ ഗൈസ്. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യും, നാളെ നമ്മൾ വേറെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യും. ഒരു മിനിറ്റ്, ഇത് നോക്കട്ടെ. ശരി, ഓക്കെ ഗൈസ്. എനിക്കറിയാൻ പാടില്ല, ചിലപ്പോ ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ഉണ്ടാവും കേട്ടോ. ആൾക്കാർ വരും ലഗേജ് ഒക്കെ ഇറക്കാൻ. ഞാൻ നോക്കിട്ട് ബൈ. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് വരും പറഞ്ഞുകൊണ്ടാണ് ഈ നേരത്തെ ചെക്കിൻ പറഞ്ഞത്. സാധാരണ ഒരു 12 മണി നേരത്താണ്. ഓക്കെ ജോ, എങ്ങനെയുണ്ട് ഇപ്പോ? ഫീലിംഗ് ബെറ്റർ. ഓക്കെ, nobody cares. ഹായ് 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 ഹായ്. എടാ ബാഗ് കൊടുത്തോ. സ്ഥലം ഞാൻ അതിനകത്ത് കയറട്ടെ. എന്തായാലും ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Serene horizon.
ഇങ്ങോട്ട് വരാനാണ് ഇവിടെ ഈ സ്വെറ്ററൊക്കെ ഇട്ടത്. പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ട്. നമസ്കാരം. ഇത് ഇവിടെ അഖിലാണുള്ള സർപ്രൈസ് ഒക്കെ. നമസ്കാരം. അഖില് നമ്പൂരിയാണെങ്കിലും കാലം കുറേ കുറിതൊണ്ടിട്ട്. അതിൽ തന്നെ കുറച്ച് മൂത്രം എവിടെ കളയും. എവിടെയെങ്കിലും ഇട്ടിട്ട് പോരായിരുന്നില്ലേ? എല്ലാവരും പറഞ്ഞ അവിടേക്ക് കൊണ്ടുവരാൻ. മൂത്രം വയ്ക്കാന്നുള്ളൊരു മനുഷ്യന്റെ പൗരവിഗ്രഹമാണ്. നന്നായിട്ടുണ്ട്. അതാണ് കൊണ്ട് കളഞ്ഞ മൗലിക അവകാശം. ഞാൻ പറയുന്നത് വരെ അങ്ങനെയാണ് കത്ത് കിടക്കണം. താങ്കൾ ഇനി ഒരു പാമ്പാണ്. താങ്കൾ ഇനി ഒരു പട്ടിക്കുട്ടിയാണ്. കുട്ടിക്ക് ജക്കൂസി മതി. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ റൂം എടുത്തതും. അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പ്രതീക്ഷിക്കില്ല ഇതിനകത്ത് ഇത്രയും നല്ല റൂം ഉണ്ടെന്ന്. സീരിയസ്ലി പറയാം. ഇവിടെ വരുന്നവരായിരിക്കും ഓക്കെ, ഒരു ആവറേജ് ഡീസന്റ് റൂം ആയിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട്. അല്ല, നമ്മൾ എനിക്ക് പുറത്തെ ബാത്റൂം കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല ക്ലാസ് ഫീൽ ചെയ്യണ ഒരു സ്ഥലമാണ്. And we have lot more things to see here. So നമ്മൾ കോട്ടേജിലേക്ക് പോവാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. കുട്ടിക്ക് പെൻസിലൊക്കെ വെച്ചാണല്ലോ തലോടിയില്. പ്രോബ്ലി ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ ഇതേപോലെ ബാൻഡ് കയ്യിലിടും പെട്ടെന്ന് ഹെയർ കാണാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ചില ആൾക്കാർ എന്താ പറയുക, ചുമ്മാ കൈ മുടിയെ കെട്ടി വെക്കും. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതായത് പെട്ടെന്ന് ഒരു പെൻസിൽ കിട്ടുകയാണെങ്കിൽ ഗ്രാബ് ദിസ് തിങ് ആൻഡ് ഡു ദിസ്. ഇതെങ്ങനെയാണ് കാണിച്ചത്? കണ്ടോ? മറ്റേ കൊറിയൻ സീരീസ് ഒക്കെ കണ്ടിട്ട് ഈ മറ്റേ ഫുഡ് കഴിക്കുന്ന ചോപ്സ്റ്റിക്ക് പെട്ടെന്ന് ഈ മുടിയിലൊന്നുമില്ല അത് അങ്ങനെ കുത്തി വയ്ക്കാറുണ്ട്. നൂഡിൽസ് വെച്ച് തല കെട്ടാറുണ്ട്. ഓക്കെ, സോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എടാ ജോ, നീയാണ് എടുക്കണ്ടേ ഈ അഖിലിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനാണ് നിന്നെ കൊണ്ടുവന്നത്. ഞാൻ വെറും നടക്ക്. നമ്മളിപ്പോ ബാലിയിലാണോ നിങ്ങൾ വിചാരിക്കും. ഇത് ബാലിയും ഇതൊന്നും അല്ല. ഇറ്റ്സ് ആക്ച്വലി മൂന്നാർ. ഐ മീൻ സോറി, തേക്കടി. I just don't feel like losing the balance in this shot. It's so nice. It's awesome. Oh my god. This is a huge window. നമ്മൾ ആക്ച്വലി ഡിലക്സ് റൂം നോക്കാൻ പോകുന്നു. ആക്ച്വലി ഇവിടെ സ്വീറ്റ് റൂം ഉണ്ട്, ഡിലക്സ് റൂം ഉണ്ട്, കോട്ടേജ്.
വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ആക്ച്വലി എനിക്ക് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റും, എനിക്ക് എല്ലാ റൂംസും ആക്ച്വലി ഇഷ്ടമായിട്ടോ. പക്ഷെ നല്ല ലൈറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കണല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ജക്കൂസി കുറച്ച് ഇഷ്ടം കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് നോക്കട്ടെ നമ്മൾ ഏത് റൂം ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ പറയും ഏതൊരു റൂമായിരിക്കും ഞാൻ ചൂസ് ചെയ്യാന്ന്. ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? Guys, we are here for the lunch. Hello. ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഫുഡ് വരും ഇപ്പോൾ. This is so classy. Like it. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ ആക്ച്വലി ഉറക്കം വരുന്നു guys. ഉറങ്ങിയിട്ടില്ല. അഖിൽ മെരേക്ക് ഞാൻ പറഞ്ഞോട് അഖിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കാം, ഫുഡ് വരുമ്പോൾ കാണിക്കാം. എന്നെ ആക്ച്വലി ഇത് കേട്ട് കുറച്ച് നേരം കിടന്നു, എന്നിട്ട് വേറെ എന്താ വെച്ചാൽ അപ്പം കാണിക്കാം. എനിക്കൊന്നും പറയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഹലോ, ഒന്നൊരു 1/2 കിലോമീറ്റർ ദൂരെ പോയിരിക്കും. പണ്ട് എൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കുമല്ലോ നീ ചെറുക്കൻ. പോയി എല്ലാം പോയി. പണ്ട് നല്ല പെർഫ്യൂം ആയിരുന്നു. സർപ്രൈസ് കൊടുത്താൽ എനിക്ക് തന്നെ കേൾക്കാം. എന്ത് സർപ്രൈസ് കൊടുത്താൽ എനിക്ക് തന്നെ കേൾക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് അഖിലിന് വന്നിട്ടുള്ളത് ആസ് എ കാമുകൻ? become more mature in relationships. Show me. Okay, that's it for today. കുഞ്ഞുന് കേരള റൈസ് ആൻഡ് നെയ്മീൻ കറി. ഇവിടെ എനിക്ക് പൊറോട്ടയ്ക്ക് കഴിക്കാനും ബീഫ് റോസ്റ്റ്. പൂജപ്പിക്ക് എന്താണ്? എനിക്ക് എന്താ വെച്ചാൽ വരും. ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ. ജോനും ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ. എന്ത് ലൈറ്റല്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഈ ഫോട്ടോ ഒന്നുകൂടി നന്നായിട്ട് എടുക്കണം നിങ്ങളുടെ ഒപ്പം. ഹാവിങ് നൈസ് ലൈറ്റ്. എന്താണ് നമ്മുടെ ഇല്ല, കുഴപ്പമില്ല കേട്ടോ. ബാക്ക് പ്ലേസ്? ഐ റിയലി ലൈക്ക് ദിസ് റിസോർട്ട്. ആക്ച്വലി ഇത് റിസോർട്ട് എന്ന് പറയണേക്കാളും എനിക്ക് ഭയങ്കര ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഒരു ഫീലാണ് കിട്ടുന്നത്. Yes, it's അല്ലേ? actually very nice. ഞാൻ ആക്ച്വലി ഇതുവരെ പോയിട്ടുള്ളതിൽ ഭയങ്കര വൺ ഓഫ് ലൈക്ക് വെരി ഗുഡ് ലൈറ്റഡ് അല്ലെങ്കിൽ ക്ലാസി റെസ്റ്റോറൻറ്റ്. ഐ ഹാവ് ബീൻ ത്രൂ എ ലോട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്. Yes. അഖിലിന് ബേസിക്കലി രണ്ടെണ്ണം വേണം. നല്ല രസമുണ്ട്. ഹലോ, Nice. ഇവിടെ ഫുഡ് നല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേ? വിശപ്പല്ല സാറല്ല. This place, I love it. I just love it. ഞാൻ നിന്റെ ചാനൽ കൊണ്ടിടും, പൂജാകൃഷ്ണൻ ഞാൻ ഇടില്ല. Okay. Compromise. ഓക്കെ, അഖിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. എന്താ പറയാ, അതല്ലേ നീയല്ലേ പറഞ്ഞത് തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇത് തിരിച്ചു ജീവിക്കാൻ പഠിക്കണം. എന്റെ സമാധാനപ്പെട്ട സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഹാപ്പി ആവാൻ പോവാണ്. Do you know what is my happiness? Food. Yes, it is food. ഹലോ, ഒരു മിനിറ്റ്. എന്റെ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് അവൾ എന്നിട്ട് എന്റെ ഡ്രസ്സൊക്കെ നശിപ്പിക്കുക. ആലോചിക്ക്, നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനത്തെ സിസ്റ്റർ, നിങ്ങളുടെ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കുക, നശിപ്പിക്കുക. ഹലോ, ഇവിടെയാണ് ഡയലോഗ്. എനിക്ക് ഉണ്ടാവുന്ന ഫ്രണ്ട്സ് ലോകത്ത് ആർക്കും ആഗ്രഹിക്കുന്നു. നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ലെവലാണ് ഗൈസ്. പപ്പടം മാത്രമുള്ള എനിക്ക് ക്യാമറ തന്നത് ഞാൻ ഓവറായിട്ട് തിന്നാണ്ടിരിക്കാനാണോ ഗൈസ്? നോക്ക് ഗൈസ്, ഓക്കെ. I really like how they have done the hotel. This place, especially the chairs and the lights. നമ്മൾ ആക്ച്വലി റൂമിലിരുന്ന് കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. Yes. പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ ആലോചിച്ചു പറയേ വീഡിയോയുടെ എന്ത് കൂടും ഞാനല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ഞാനിങ്ങോട്ട് കൊടുക്കും. ഇത് ഞാൻ കണ്ടുവച്ച സ്ഥലമായിരുന്നു, മനസ്സിലായോ? ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ സ്ഥലം ഇങ്ങനെ ഇവന്റെ ഇൻസ്റ്റയിൽ മനഃപൂർവ്വം ഇങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചു. സജഷൻസ് വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോഴാണ് ഇവനെ അറിയുന്നത്. മൊബൈൽ എടുത്ത് പോയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു, അതാണ് ഇതിപ്പോ അല്ലാണ്ട് ഇവന്റെ കഴിവൊന്നുമല്ല, ഇവന് അങ്ങനത്തെ കഴിവൊന്നും ഇല്ല. Okay. ഓക്കെ, Don't take it into heart. He's just kidding. I know.
ഫ്രൈഡ് റൈസ് എത്തി, എൻ്റെ പൊറോട്ട മാത്രം എത്തിയില്ല. ആക്ച്വലി ഇവിടുത്തെ ബിരിയാണി കുറച്ച് സ്പെഷ്യലാണ് തോന്നുന്നത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ടാണ് ഇതിട്ട്. പക്ഷേ എന്തായാലും ട്രൈ ചെയ്യും ഇവിടെ ബിരിയാണി. അപ്പോൾ അഖിലിന് ഫുഡ് വന്നിട്ടില്ല, അപ്പോഴേക്കും നമ്മൾ ഇത് തീർക്കണം, എന്നിട്ട് അഖിലിന് വരുമ്പോൾ അതും തീർക്കണം. അതാണ് എൻ്റെ ഇത്. വെയിറ്റിംഗ് ഫോർ മൈ പൊറോട്ട. ഫൈനലി എൻ്റെ പൊറോട്ട വന്നു ഗായ്സ്. അവിടെ ചോറും മീൻകറിയും ചിക്കൻ 65ഉം. ഇത് കണ്ടിട്ട് ജോ ചോദിക്കുകയാണ് ഇത് ചൈനീസ് ആണോ എന്ന്. കമൻറ്റ് ബിലോ. ഇത് കണ്ടിട്ട് ഇവർ ചൈനീസ് ആണെന്ന് തോന്നിയല്ലോ. ഓക്കെ ഗൈസ്, എന്തും ചെയ്യണത് കഴിച്ചിട്ട് വരാം. പൊറോട്ട ആൻഡ് ബീഫ് ചെയ്യാം. അഖിലെ ഇങ്ങോട്ട് നോക്കാം. അഖിലിൻ്റെ വിചാരം അഖിൽ ഏതോ ഇറ്റലിയിലാണ്. ആ, കാരണം അഖിലിൻ്റെ ചേഷ്ടകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അഖിലിങ്ങനെയൊന്നല്ല, അഖിൽ തനി ഒരു മിനിറ്റ് തിരിച്ചേ. അഖിൽ തനി കൂതറയാണ്, തനി തറയാണ്. ആ കാറി വരുമ്പോൾ നിങ്ങൾ കാണണമായിരുന്നു എന്തായിരുന്നു അവസ്ഥ. ആണെങ്കിൽ കാണുന്നതൊന്നുമല്ല. ഇനി അഖിൽ ഫാൻസ് എൻ്റെ ഇതൊക്കെ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. കൂതറയാണെങ്കിൽ കൂതറയാണ്, പക്ഷെ അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ്, എല്ലാമാണ്. അഖിലിന്റെ കമന്റ് ബോക്സിൽ സ്നേഹമാണ് അഖില സാരം മൊഴി. കമന്റ് ബോക്സിൽ വന്നിട്ട് ഹലോ കമന്റ് ബോക്സിൽ വന്നിട്ട് വിക്രമിന്റെ വോയിസ് ക്യൂട്ട് ചിരി എന്ന് പറയുന്നവർ വീട്ടിലേക്ക് വരിക. സ്ക്രീൻഷോട്ട് തയ്ച്ചെടുക്കണ്ടോ ഞാൻ അഡ്രസ് കമന്റിൽ റിപ്ലൈ ഇടാം. വീട്ടിലേക്ക് വരിക, ഒരു ദിവസം കൂടെ ജീവിച്ചു നോക്കുക, അപ്പം മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും സൂര്യ വിക്രമെന്നല്ല, വേറെ ആളാണ്. അതെ, ഒരു പെൺകുട്ടീനെ കണ്ട അപ്പ പെൺകുട്ടിക്ക് ജോനോട് ക്രഷാന്ന് ജോ സ്വയം അങ്ങ് ധരിച്ചോളും. വ്ളോഗൊക്കെ അവരെല്ലാരും ഇരുന്ന് കാണും. It's okay. Let us smile a bit. It's okay. I don't have anything to say, guys, because my privacy is being attacked here by Pooja Krishna for few views. Just for few views. പൂജ കൃഷ്ണ എന്ന് പറയുന്നത് എന്താണ്, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണെന്നാണല്ലോ അറിയപ്പെടുന്നത് ജോ ഹാരോൾഡ്. സുഹൃത്തുക്കളെ ചതിക്കുന്നതും അതുപോലെ തന്നെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയും. അയ്യോ ജോ ആ കുട്ടിയുടെ നമ്പർ One day I'm going to wake up and see a YouTube video in which my kidney will be operated. And Pooja is like, welcome to this vlog. John kidney ആണ് എടുക്കാൻ പോകുന്നത്. John That might be true. Big Joe has went to the wrong floor. It's okay. Joe will find his way. ജോ റോങ് ആയിട്ടുള്ള അന്താമു. അയ്യോ So funny this on this. So you were saying that I'll use my friends for monetary benefit, le Jo? I will. That's like. This is happening right now. Okay, Jo. Oh. So that's it. So Jo, എനിക്ക് 5000 രൂപ കടം പൈസ തരാണ്ട്, അതുകൂടെ തന്നിട്ട് ബാക്കി സംസാരിക്കും. ഓക്കെ, അപ്പം നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ട് നമ്മൾ എണീറ്റിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി നമുക്കൊന്ന് പൂളിലേക്ക് പോവാന്ന്. ഈ പൂളിലേക്ക് ചെല്ലുന്നതോടുകൂടി ഈ വീഡിയോ എന്താവും, പക്ഷേ നിങ്ങൾക്കുള്ള സർപ്രൈസുകൾ എന്താവുമോ എന്നുള്ളതൊരു സംശയം. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കാം, ഉറങ്ങാ, തിന്നാ, കുടിക്കുക. ഇവിടെ ജോ പറഞ്ഞത് ബാലിയിൽ വന്ന പോലെയാണെന്നാണ്. ബാലിയിൽ അതിന് ജോ മുമ്പ് പോയിണ്ട. പൂളിലേക്കാണ് പോണത്. ഇവിടെ ആർക്കൊക്കെ നീന്തൽ അറിയാന്നറിയോ? അറിയാത്ത ഒരാള്, പക്ഷെ ചത്ത ശവങ്ങളുടെ പോലെ ഇവർക്ക് കിടക്കാൻ പറ്റും. ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റും. എനിക്ക് പകുതി നീന്തറിയാം, പകുതി നീന്തറിയാം. മലർന്ന് കടന്ന് നീന്തും ഞങ്ങള്, അത് ഇവർക്ക് ആർക്കും പറ്റില്ല. പകുതി ജീവൻ പോയി. ഈ ജോലിന് പെൺപിള്ളേരെ എവിടെ കണ്ടാലും അവിടെ വീഡിയോ എടുക്കാം, പ്രത്യേകിച്ച് അത് പൂളിന്റെ കുളത്തിന്റെ കരയിലാണെങ്കിൽ. ഒരാളെ ഞാൻ കൊല്ലും. ഇതൊരു മാതിരി ഭയങ്കര രസമുണ്ടല്ലേ.
ഓക്കെ വി ആർ ഹാവിങ് ആൻഡ് നിങ്ങളൊക്കെ എവിടെ? We are having a challenge. അപ്പൊ പൂൾ ചലഞ്ചിന്റെ വീഡിയോ നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പൊ ആ വീഡിയോന്റെ ഭാഗമായിട്ട് നമ്മള് ഈ ഒരു വീഡിയോ എൻജിപ്പിക്കാണ്. അപ്പൊ ആ വീഡിയോയിൽ നമുക്ക് വേണ്ടിയിട്ട് എത്ര ആളുണ്ടെന്ന് നോക്കണമായിരുന്നു. ഓക്കെ അഖില് 4 അടിയുള്ളൂ, അപ്പൊ 3 അടിയുള്ളൂ പൂള്. അപ്പൊ കട്ടുമായി